അതായത് ഈ 2022 ഓർഡർ അനുസരിച്ച് പല ഫെഡറേഷനുകളും അവരുടെ സ്റ്റേറ്റ് അസോസിയേഷൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാം ഇത് ഫോളോ ചെയ്യണം. ആ 2022 ജഡ്ജ്മെൻറ്റിനകത്ത് വേറൊരു അപകടകരമായ ഒരു കാര്യം കൂടെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, ഇവർ 3 പേർക്കാണ് ടെന്യൂർ ബാധകം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ 2022 ജഡ്ജ്മെൻറ്റിൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ, അതായത് ഓഫീസ് ബെയറേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് കൗൺസിലായിട്ട് മാറ്റിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പേഴ്സിനും ഈ പറയുന്ന ടെന്യൂറും ഏജും ബാധകമാണെന്നാണ് ആ 2022 ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജ്മെൻറ്റിൽ പറയുന്നത്. അതിപ്പോൾ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ഇപ്പം കഴിഞ്ഞ മാസം വീണ്ടും അതിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എക്സ്പ്ലനേഷൻ ഹൈക്കോടതിയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അഫിഡവിറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഈ നാഷണൽ സ്പോർട്സ് കോഡ് ഈസ് കൺഫൈൻഡ് ടു സ്റ്റേറ്റ് അസോസിയേഷൻസ് ഉള്ളി. ഈ നിയമങ്ങളെല്ലാം സ്റ്റേറ്റ് അസോസിയേഷൻ മാത്രമേ ബാധകമാക്കുന്നുള്ളൂ എന്ന രീതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുത്ത് അതിന് തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം കഴിഞ്ഞ മാസം കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് വരാത്തത്തോളം കാലം ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ഡൈലമയിലാണ്. അതായത് പല ഫെഡറേഷനുകളും ഈ ജഡ്ജ്മെൻ്റ് അനുസരിച്ച് അവർ സ്റ്റേറ്റ് അസോസിയേഷന് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്, ചില അസോസിയേഷൻ കൊടുത്തിട്ടില്ല. ഇപ്പം ഞാൻ പ്രതിദാനം ചെയ്യുന്ന നീന്തൽ ഫെഡറേഷൻ ഈ 2022 ജഡ്ജ്മെൻ്റ് അനുസരിച്ചാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടത്തിയത്. അങ്ങനെ വന്നപ്പോഴത്തെ എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പർമാരെല്ലാം വെളിയിൽ പോകേണ്ടി വന്നു. ഈ ഏജ് എല്ലാവർക്കും ബാധകമായിട്ട് വന്നു. അതുപോലെ ടെന്യൂർ എല്ലാവർക്കും ബാധകമായിട്ട് വന്നു. അങ്ങനെ 1-2 ഫെഡറേഷൻസ് ബാധകമായിട്ടുണ്ട്, ചില ഫെഡറേഷൻസ് ബാധകമായിട്ടില്ല. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പക്ഷേ ഈ 2022 ഓർഡർ വെച്ചുകൊണ്ട് ഒന്നും അവർക്കതിന് ആക്ഷൻ എടുത്തിട്ടുമില്ല. അതാണ് ഇതിനകത്തുള്ളൊരു കാര്യം. അപ്പം അത് അങ്ങനൊരു അപകടകരമായ കാര്യം കിടപ്പുണ്ട്. അത് ഇനി കോടതിയിൽ വിധി മാറി വന്നാലേ, ഇല്ലെന്നുണ്ടെങ്കിൽ അത് പക്ഷേ ഇപ്പോൾ ഈ സ്പോർട്സ് ഗവേണൻസ് ബില്ലിനകത്ത് അത് പറയുന്നില്ല. The draft bill is also mentioning about the constitution of Athletic Commission to make athletes also to get an opportunity for working with National Olympic Committee, NPC and NSF. ഈ ഡ്രാഫ്റ്റ് ബില്ലിനകത്ത് നമ്മളിപ്പോൾ നാഷണൽ സ്പോർട്സ് കോഡിലുള്ള വരുന്നതിന് അല്ലെങ്കിൽ ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ അത്ലറ്റ്സ് കമ്മീഷൻ ഉണ്ടാക്കണമെന്ന് പറയുന്നത് എല്ലാ ഫെഡറേഷൻസും. ഇതൊക്കെ ഇപ്പം നമ്മൾ കാണുന്നത് ഇതെല്ലാം ഫെഡറേഷന് ബാധകമാണെന്ന രീതിയിലാണ് കാണുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും ഇത് താഴെത്തട്ടിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാനിതിവിടെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇത് അത്ലറ്റ്സ് കമ്മീഷൻ ഉണ്ടായിരിക്കണം. ആ അത്ലറ്റ്സ് കമ്മീഷനിലുള്ള അവർ എലക്ട് ചെയ്ത് ആൾക്കാർ ഫെഡറേഷൻ്റെ ഗവേണിംഗ് ബോഡിയിൽ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ വരണം. അതിനകത്ത് ഓഫീസ് ബെയർ ആക്കണം എന്നൊക്കെ കുറേ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കായിക താരങ്ങൾ ഈ കായിക സംഘടനയുടെ പ്രവർത്തനമായിട്ട് വരുന്നതിന് യാതൊരു അപകടം ഇല്ല എന്ന് മനസ്സിലാക്കുന്ന ആളാണ് ഞാൻ, അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അത് അമിതമായി കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഇത് കായിക സംഘടന കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ളത് നമ്മുടെ അനുഭവത്തിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. Another provision is establishing ethics commission and dispute resolution commission in National Olympic Committee. ഇപ്പോൾ ഉള്ളത് തന്നെയാണ്, പക്ഷെ അത് ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് എത്തിക്സ് കമ്മീഷൻ ഉണ്ടായിരിക്കണമെന്നും ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ കമ്മീഷൻ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും നമുക്ക് ഒബ്ജക്ഷൻ ഇല്ല, നമ്മൾ അറിയിച്ചിട്ടുണ്ട്. The bill also having provision to establish a sports election panel for conducting election in the National Olympic Committee, NPC and NSF. ഒരു സ്പോർട്സ് എലക്ഷൻ പാനൽ ഉണ്ടാക്കണമെന്ന് പറയുന്നു. അതിനകത്ത് വേറൊരു കണ്ടിന്യൂഷൻ പറയുന്നതിൽ while welcoming the proposal, there is a concern that the proposal is to have the National Election Panel comprising of roster of the Election Commissioner of India, retired Election Commissioner, retired Chief Election Officer of the state and retired Deputy Election Commissioner as may be designated by the Sports Regulatory Board of India. ഈ ഇലക്ഷൻ പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഉദ്യോഗം വഹിച്ചിരുന്ന റിട്ടയർ ചെയ്തിട്ടുള്ള ഇലക്ഷൻ കമ്മീഷന്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇലക്ഷൻ കമ്മീഷനെ റിട്ടയർ ചെയ്ത ആളായിരിക്കാം, റിട്ടയർഡ് ചീഫ് ഇലക്ഷൻ സ്റ്റേറ്റിൽ വർക്ക് ചെയ്ത ആളായിരിക്കും, റിട്ടയർഡ് ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷൻ, അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ ഇലക്ഷൻ കമ്മീഷനായിട്ട് വയ്ക്കാവൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ പ്രൊവിഷണൽ ഫീസ് ആൻഡ് അഡ്വാൻസസ് ഫോർ എൻഗേജിങ് എനി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദി ഇലക്ഷൻ പാനൽ ഷാൽ ബി പ്രിസ്ക്രൈബ്ഡ് ബൈ ദ സ്പോർട്സ് റെഗുലേറ്ററി ബോർഡ് ഓഫ് ഇന്ത്യ. അതാണ് അടുത്ത അപകടം. ഇവരുടെ ശമ്പളവും ഇവരുടെ ഫീസും നിശ്ചയിക്കുന്നത് സ്പോർട്സ് റെഗുലേറ്ററി ബോർഡായിരിക്കും എന്നാണ് പറയുന്നത്. കബഡി ഫെഡറേഷൻ ഇപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റർ നിയമിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന 3 കൊല്ലം അഡ്മിനിസ്ട്രേറ്റർ, അത് റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ഇരിക്കുന്നത്. 3 കൊല്ലമായിട്ട് അതിന് പ്രവർത്തിക്കുകയാണ്. മാസശമ്പളം 6 ലക്ഷം രൂപയാണ്. ഈ മാസശമ്പളം കൊടുക്കേണ്ട അതിന് ഫെഡറേഷൻ അക്കൗണ്ട് ചെയ്താൽ കൊടുക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട്
അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ 6 മാസത്ത് സംസ്ഥാന അസോസിയേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് ഇലക്ഷൻ മീറ്റിംഗ് വിളിച്ചുകൂട്ടി ഇലക്ഷൻ നടത്തി ഹാൻഡ് ഓവർ ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല. 3 കൊല്ലമായിട്ട് അഡ്മിനിസ്ട്രേഷൻ തുടർന്ന് പോകണം. അയാൾ മാസം നമ്മൾ 6 ലക്ഷം രൂപ ഫെഡറേഷൻ അക്കൗണ്ടിൽ തന്നെ പോകണം. അങ്ങനെ പല ഫെഡറേഷൻസിൻ്റെയും ഡിസ്പ്യൂട്ട് വരുമ്പോഴത്തേക്ക് കോടതി ഉടൻ തന്നെ അതിനെ പിരിച്ചുവിട്ടിട്ട് ഒരു അഡ്വോക്കേറ്റ് കമ്മിറ്റി വയ്ക്കും. ആ വയ്ക്കുമ്പോഴത്തേക്ക് അവർ വയ്ക്കുന്നതെല്ലാം റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിമാർ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിമാരാണ്. അവർക്കൊക്കെ 4-5 ലക്ഷം രൂപയുടെ മാസ ശമ്പളം കൊടുക്കണം. പല ഫെഡറേഷൻസും അങ്ങനെ സാമ്പത്തികമായിട്ട് ചെന്ന് വളരെ ഗുരുതരമായ, കാരണം അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുക്കില്ല പൈസ, ആ പൈസ ഫെഡറേഷൻ കൊടുത്തോണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പോഴും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഇലക്ഷൻ പാനൽ ഉണ്ടായിരിക്കണമെന്നും ആ ഇലക്ഷൻ പാനലായിരിക്കണം ഫെഡറേഷൻ ഇലക്ഷൻ നടത്തേണ്ടതും അവരുടെ ശമ്പളം നിശ്ചയിക്കേണ്ടത് സ്പോർട്സ് റെഗുലേറ്ററി ബോർഡായിരിക്കും എന്നാണ് പറയുന്നത്. ഒരു കാരണവശാലും നമുക്ക് താങ്ങാവുന്ന രീതിയിലുള്ളതായിരിക്കില്ല അവരുടെയൊക്കെ ഫീസ്. കാരണം റിട്ടയർഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു ഇലക്ഷൻ ഇലക്ഷൻ ഓഫീസറായിരുന്ന ആളുടെയൊക്കെ ശമ്പളം എന്ന് പറഞ്ഞാൽ സീനിയർ IAS ഓഫീസേഴ്സാണ്. അവരുടെയൊക്കെ ശമ്പളം റിട്ടയർ ചെയ്ത സമയത്തുള്ള ശമ്പളമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതാണ് ഇതിനകത്തുള്ള വേറൊരു അപകടം. This is a matter of very serious concern and may invite huge financial burden to NOC and NSF. ഒരു പക്ഷേ ചിലപ്പം ഇന്ത്യൻ ഒളിമ്പിക് കൗൺസിൽ കൊടുക്കാൻ പറ്റുമായിരിക്കും, നാഷണൽ ഫെഡറേഷന് ബുദ്ധിമുട്ടായിരിക്കും. Another proposed to establish appellate sports tribunal. ഇന്ന് നമ്മുടെ കേരളത്തിൽ നമ്മുടെ കേരള ഗവൺമെൻറ് സ്പോർട്സ് ആക്ടിനകത്ത് ഒരു ട്രിബ്യൂണലുണ്ട്. ഇതുപോലെ ഇതിനകത്ത് ഒരു ട്രിബ്യൂണൽ പ്രപ്പോസ് ചെയ്തു. ഇപ്പം ഇല്ല ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ ആ ട്രിബ്യൂണലാണ് അവർ പ്രപ്പോസ് ചെയ്തത്. അതായത് നോ സിവിൽ കോർട്ട് ഹാവ് ജുറിസ്ഡിക്ഷൻ ടു എൻ്റർടൈൻ എനി സ്യൂട്ട് ഫോർ പ്രൊസീഡിംഗ് in respect of any matter on which the appellate sports tribunal is empowered under this bill to determine and no injunction shall be granted by any court or any other authority in respect of any action taken or to be taken in pursuance of any power conferred by or under this bill. ഒരു സ്പോർട്സ് അപ്പലേറ്റ് ട്രിബ്യൂണൽ വളരെ നല്ല കാര്യമാണ്. കാരണം ഇന്ന് പല ഫെഡറേഷൻസിൻ്റെയും ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ കോടതിയിൽ പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സിവിൽ കേസാണെങ്കിൽ 3-4 കൊല്ലമായിട്ട് ആ ഫെഡറേഷൻ്റെ തീരുമാനം എടുക്കാതെ അതെല്ലാം കായിക താരങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ദ അപ്പലേറ്റ് ട്രിബ്യൂണൽ കൺസിസ്റ്റ് ഓഫ് റിട്ടയർഡ് സുപ്രീം കോർട്ട് ജഡ്ജ്, ഹൈക്കോർട്ട് ജഡ്ജസ് ആസ് ചെയർമാൻ, സെക്രട്ടറി ഡിപ്പാർട്ട്മെൻറ്റ് സ്പോർട്സ് ആൻഡ് സെക്രട്ടറി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലാ ആസ് എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ്. 3 പേരടങ്ങുന്ന ഒരു സ്പോർട്സ് ട്രിബ്യൂണലാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മൾ സജഷൻ വെച്ചിരിക്കുന്നത് ഇറ്റ് വിൽ ബി അഡ്വൈസബിൾ ദാറ്റ് എ മെമ്പർ ഓഫ് ദി നാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഓർ ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ക്യാൻ ബി ഇൻക്ലൂഡഡ് ആസ് എ മെമ്പർ ഓഫ് ദി അപ്പലേറ്റ് സ്പോർട്സ് ട്രിബ്യൂണൽ. അത് കേസ് ബൈ കേസ് എടുക്കണം നമ്മൾ പറഞ്ഞത്. ഈ ബില്ലുമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനെ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സസ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്തായിരുന്നു അന്നത്തെ എനിക്ക് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡൻ്റാണോ അല്ല സോൾഡാറ്റി കമ്പനി ചെയർമാൻ ആരോ അയച്ച കത്താണ്. അങ്ങോട്ട് കത്ത് വന്നിരുന്നു. ആ സമയത്ത് ആ ബില്ലുമായിട്ട് മുന്നോട്ട് പോയ ഗവൺമെൻറ് ആ തൽക്കാലം ഹോൾഡ് ചെയ്യാണ് ചെയ്തത്. പിന്നെ അത് ആ സാധനം എടുത്തിട്ടില്ല. പിന്നെ ഈ നാഷണൽ സ്പോർട്സ് കോഡുമായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. When the draft sports were 2008, International Olympic Committee warned Government of India as well as Indian Olympic of possible suspension of IOA if government tries to bring in restriction in the functioning of IOA and NSF. ഇതാണ് അന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവിടുന്ന് പറഞ്ഞത്. ഇതാണ് ഇപ്പോൾ ഈ നമ്മുടെ മുന്നിൽ നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ബില്ലായിട്ട് വന്നിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതാണ് നമ്മൾ ഇതിൻ്റെ ബേസ് ചെയ്താണ് നമ്മൾ കേരള ഒളിമ്പിക് അസോസിയേഷനും അതുപോലെ തന്നെ നാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയും ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കാര്യം കേരള ഒളിമ്പിക് അസോസിയേഷൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ സമഗ്രമായി ചർച്ച ചെയ്തിട്ട് നമ്മളിത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്കും കൊടുത്തിട്ടുണ്ട്, മന്ത്രിയുടെ ഓഫീസിനും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഓഫീസിനും കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ കൊടുത്തു. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അവരുടെ എല്ലാ സ്റ്റേറ്റ് ഒളിമ്പിക് അസോസിയേഷനുമായിട്ട് ആലോചിച്ച് അവരൊരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ളൊരു രേഖ കൊടുക്കും. കാരണം ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് സ്റ്റേറ്റ് ഒളിമ്പിക് അസോസിയേഷനെ കുറിച്ച് പറയുന്നേയില്ല. സ്റ്റേറ്റ് ഒളിമ്പിക് ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും പറയുന്നില്ല. വളരെ സൈലൻ്റാണ് സ്റ്റേറ്റ് അസോസിയേഷനെ കുറിച്ചും സ്റ്റേറ്റ് ഒളിമ്പിക് അസോസിയേഷനെ കുറിച്ചും. അപ്പോൾ ആ ഒരു കൺസേണും കൂടെ വച്ചാണ് നമ്മൾ സ്റ്റേറ്റ് ഒളിമ്പിക് അസോസിയേഷനുകളും കേരള ഒളിമ്പിക് അസോസിയേഷനും അതുപോലെ വിവിധ ഫെഡറേഷനുകളും ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഇപ്പോൾ പ്രപ്പോസൽ കൊടുത്തിരിക്കുന്നത്.
അതാണ് സ്പോർട്സ് ഗവേണൻസ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ.